ആർ ശ്രീലേഖയ്ക്ക് കുരുക്ക്. ചോദ്യം ചെയ്യാനായി ഹാജരാകാൻ നോട്ടീസ് നൽകും. പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനം നടത്തുകയും പോലീസ് സേനയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്ത സംഭവത്തിൽ മുൻ DGP ആർ ശ്രീലേഖയെ ചോദ്യം ചെയ്യാനായി നാളെ നോട്ടീസ് നൽകും. സ്റ്റേഷനിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് ശ്രീലേഖ ഉൾപ്പെടെ 20 പേർക്ക് നോട്ടീസ് നൽകുക. ശ്രീലേഖയെ ഒഴിവാക്കിയാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. 2 കൗൺസിലർമാർ അടക്കം 4 പേരെയും കണ്ടാലറിയാവുന്ന 50 പേർക്കുമെതിരെയായിരുന്നു കേസെടുത്തത്. ശ്രീലേഖയെ ഒഴിവാക്കിയതിൽ വൻ പ്രതിഷേധമുയർന്നു. തുടർന്ന് ശ്രീലേഖ ഉൾപ്പെടെ 20 പേരെ പ്രതികളാക്കി നെടുമങ്ങാട് കോടതിയിൽ പുതിയ റിപ്പോർട്ട് നൽകുകയായിരുന്നു. അതേസമയം പോലീസ് സേനയിൽ ഇരുന്നപ്പോഴും തെറ്റുകൾ ചെയ്തു കൂട്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പോടാ പുല്ലേ എന്ന് ധൈര്യമായി വിളിച്ചിട്ടുണ്ടെന്ന് ശ്രീലേഖ പറയുകയുണ്ടായി. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിൽ മഹിളാ മോർച്ച നടത്തിയ സമരത്തിൽ മുദ്രാവാക്യം വിളിച്ചതിനെ തുടർന്നുണ്ടായ വിമർശനത്തിന് മറുപടിയുമായി എത്തിയതായിരുന്നു ശ്രീലേഖ. ഗുരുതര തെറ്റുകൾ ചെയ്തിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പോടാ പുല്ലേ എന്ന് പലപ്പോഴും മുഖത്ത് നോക്കി വിളിച്ചിട്ടുണ്ടെന്നാണ് ശ്രീലേഖ പറഞ്ഞത്. പല പോലീസുകാരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ചിലരെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്, പലർക്കുമെതിരെ കേസുകൾ എടുത്തിട്ടുണ്ട്. പല പോലീസുകാരും അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അന്നൊന്നും ആരും ഒരു രാഷ്ട്രീയ പോലീസ് അസോസിയേഷനും നേതാവും എനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടാണോ വിരമിച്ച ശേഷം ഇങ്ങനെ തെറ്റുകൾ ചെയ്തു കൂട്ടുന്ന ഒരുത്തനെ പോടാ എന്ന് വിളിച്ചതിൽ ഇവരൊക്കെ തെറ്റ് കാണുന്നുവെന്നും അവർ ചോദിച്ചു. എന്തായാലും ചെയ്ത അപരാധത്തിന് വട്ടിയൂർക്കാവ് SHOയോട് അവധിയിൽ പ്രവേശിക്കാനെങ്കിലും നിർദ്ദേശിച്ചത് നല്ല കാര്യമാണെന്നും DGPക്കും കമ്മീഷണർക്കും നന്ദിയെന്നും അവർ കുറിച്ചു. പോലീസിനെതിരെ മുദ്രാവാക്യം മുഴക്കിയ ശ്രീലേഖയ്ക്കെതിരെ പോലീസ് ഓഫീസ് അസോസിയേഷനും CPM നേതാവ് PK ശ്രീമതി അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. പിന്നാലെയാണ് ശ്രീലേഖയുടെ മറുപടി. പോടാ പുല്ലേ പോലീസെ, കാക്കിയിട്ടൊരു ഗുണ്ടകളെ, കാക്കിയിട്ട തെമ്മാടികളെ, കാക്കിയിട്ടൊരു ഗുണ്ടകളെ, പിണറായിയുടെ തെമ്മാടികളെ, ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മുദ്രാവാക്യങ്ങൾ. ഇത് ആർ ശ്രീലേഖയും ഏറ്റുവിളിച്ചിരുന്നു, അതും മഴ നനഞ്ഞ. കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായായിരുന്നു വനിതാ DGP ആയിരുന്ന ആർ ശ്രീലേഖ വിരമിച്ച ശേഷം BJPയിൽ ചേർന്ന് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ അവർ മുൻ സഹപ്രവർത്തകർക്കെതിരെ തന്നെ തെരുവിൽ മുദ്രാവാക്യം വിളിക്കുന്നതിനാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സാക്ഷിയായത്.